DxO എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, അതായത് ക്യാമറകൾക്കൊക്കെ ഇന്റർനാഷണലി ക്യാമറകൾക്കൊക്കെ റേറ്റിംഗ് നൽകുന്ന ഒരു വെബ്സൈറ്റ് ആണത്. ആ വെബ്സൈറ്റ് ഹുവാവയുടെ പ്യൂറ 70 എന്ന് പറയുന്ന ഫോണിന് അതിന്റെ ക്യാമറ വേൾഡ്സ് നമ്പർ 1 ക്യാമറയാണെന്ന് പറഞ്ഞിട്ട് റേറ്റിംഗ് ഇട്ടിട്ടുണ്ട്. ഹുവാവയുടെ P70 എന്ന് പറയുന്ന ഈ ഒരു ഫോണിന്റെ വില വരുന്നത് ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് സമാനമായിട്ടുള്ള ഒരു തുകയാണ് വരുന്നത്. ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഹുവാവയുടെ ഫോണുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ തന്നെ സ്വന്തമായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത ഹാർമണി OS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അവരുടെ എല്ലാ ഫോണുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഉത്തമ, ഹുവാവേക്ക് US ഒരു ബാൻ കൽപ്പിച്ചിരുന്നു. എന്തിനായിരിക്കും അവർ ബാൻ കൽപ്പിച്ചത്? ഹുവാവയെ ബാൻ ചെയ്തത് എന്തിനായിരിക്കും? അതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇതിലെ മെയിൻ കഥ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ആ ഒരു കഥ പറയുന്നതിന് മുൻപ് ഈ ഒരു ഫോണിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് അതിന്റെ ക്യാമറയാണ്. ക്യാമറ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വെബ്സൈറ്റ് നമ്പർ 1, അതായത് ലോകത്തിലെ തന്നെ നമ്പർ 1 ക്യാമറയായിട്ടാണ് ഈ ഒരു ഫോണിന്റെ ക്യാമറയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 1 ഇഞ്ചിന്റെ വലിയ ഒരു സെൻസർ ആണ് ഈ ഒരു ക്യാമറക്ക് അവർ നൽകിയിരിക്കുന്നത്. അതായത് പണ്ടത്തെയൊക്കെ നമ്മളെ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന പണ്ടത്തെ സോണിയുടെ ഒക്കെ ചെറിയ ചെറിയ ക്യാമറകളുണ്ട്. ആ ക്യാമറയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ ലെൻസ് സൂം ചെയ്യുമ്പോഴും സൂം ഔട്ട് ചെയ്യുമ്പോഴും അതിന്റെ ലെൻസ് പുറത്തേക്ക് വരുന്നതും അകത്തേക്ക് പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ ഈ ഒരു ഫോണിന്റെ ഒപ്റ്റിക്കൽ സൂമിങ് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഫോണിന്റെ ക്യാമറ ഒപ്റ്റിക്കലി തന്നെ മൂവ് ചെയ്തിട്ടാണ് അതിന്റെ ഒപ്റ്റിക്കൽ സൂമിങ് നൽകുന്നത്. അതായത് അത്രയും ക്വാളിറ്റി ഈ ഒരു ഫോണിൽ എടുക്കുന്ന ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കഥ എന്താന്ന് വെച്ചാല്, ഹുവാവേക്ക് US ഒരു ബാൻ കൽപ്പിച്ചു. അതായത് ഗൂഗിളിന്റെ സർവീസ്, ആ ബാൻ കിട്ടിയതോടുകൂടി ഗൂഗിളിന്റെ ഒരു സർവീസും ഈ ഒരു ഫോണിന് ലഭിക്കാതെയായി. അതായത് പ്ലേ സ്റ്റോർ, അതേപോലെ ഗൂഗിൾ പേ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗൂഗിൾ നൽകുന്ന ഒരു സർവീസും ഈ ഒരു ഫോണിന് ലഭിക്കാതെയായി. 2018 5G കണ്ടുപിടിച്ച് ആ 5G ഒരു ഫോണിൽ അവതരിപ്പിച്ചത്, അതായത് ഒരു ഫോണിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ഹുവാവേ കമ്പനിയായിരുന്നു. ആദ്യമായിട്ട് 5G ഇംപ്ലിമെന്റ് ചെയ്തത് ഹുവാവേ കമ്പനിയായിരുന്നു. ഈ ഒരു ടെക്നോളജി വെച്ച്, ഈ ഒരു 5G ടെക്നോളജി വെച്ച് അവരൊരു ഓട്ടോമാറ്റിക് കാറും ഇറക്കി. ഈ കാറ് ഇറക്കിയതോടുകൂടി US-ന്റെ കണ്ണിലെ കരടായി ഈ ഹുവാവേ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കാറ് കണ്ടതോടുകൂടി അമേരിക്കക്ക് ബേജാറായി എന്ന് പറയാം. കാരണം ടെക്നോളജി ആദ്യമായിട്ട് ഹുവാവേ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അമേരിക്കയുടെ കയ്യിലാണ് എല്ലാ ടെക്നോളജി ഒതുങ്ങിയിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ഒരു ടെക്നോളജി ഇവർ അവതരിപ്പിച്ചപ്പോൾ അതൊരു അടിയായി. അതായത് ഇപ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് ഡാറ്റാസ് ആണ്. ഈ ഡാറ്റാസ് വെച്ചിട്ടാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എങ്ങോട്ട് പോകുന്നു, നമ്മൾ എന്ത് വാങ്ങണം, നമ്മൾ എന്ത് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഡാറ്റാസ് വെച്ചിട്ടാണ്. ഈ ഗൂഗിൾ, ആപ്പിൾ, സ്നാപ്ഡ്രാഗൺ എന്നൊക്കെ പറയുന്നത് അമേരിക്കൻ കമ്പനികളാണ്. ഹുവാവേ വളർന്നു കഴിഞ്ഞാൽ ഈ ഡാറ്റാസ് ഒക്കെ ഹുവാവേയുടെ കയ്യിലിരിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്ക ഹുവാവേക്ക് ഒരു ബാൻ കൽപ്പിച്ചു. അങ്ങനെ ഹുവാവേക്ക് ആൻഡ്രോയിഡ് ഉപയോഗിക്കാൻ പറ്റാതെയായി. ആൻഡ്രോയിഡ് ഹുവാവേക്ക് നൽകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് ഹുവാവേ സ്വന്തമായിട്ട്, നിങ്ങളെ ആൻഡ്രോയിഡ് ഒന്നും നമുക്ക് വേണ്ട, സ്വന്തമായിട്ട് ഞങ്ങൾ ഇതാ ഒരു OS അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു OS അവർ കണ്ടുപിടിച്ചത്. ആ OS ആണ് ഹാർമണി OS എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ ഫോണുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഗൂഗിളിന്റെ എല്ലാ സർവീസിനും സമാനമായിട്ടുള്ള സെയിം സർവീസും ആപ്പുകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഹാർമണി OS-ൽ ലഭ്യമാണ് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഈ ഹുവാവേ ഇറക്കിയിരിക്കുന്ന ഹുവാവേ P70 എന്ന് പറയുന്ന ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ സ്വന്തം OS ആയിട്ടുള്ള ഹാർമണി OS ആണ്. വയർലെസ് ചാർജിങ് അടക്കം 100 വാട്ടിന്റെ ചാർജർ വരെ ഈ ഒരു ഫോണിന്റെ കൂടെ ഹുവാവേ നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹുവാവേ എന്ന് പറയുന്ന കമ്പനി വളർന്നു വരാനുണ്ടായ സാഹചര്യവും. ഇങ്ങനെ ഒരു ഫോണ്, അതായത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 1.5 ലക്ഷത്തിന് സമാനമായിട്ടുള്ള തുകയുള്ള ഇങ്ങനെ ഒരു ഫോൺ ഇറക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രചോദിപ്പിച്ചതും. അപ്പോൾ ഹുവാവേയുടെ കഥ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു സൺഡേ ടോക്കിലൂടെ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് എത്താം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.